പ്ലാസ്റ്റിക് കൊണ്ടുള്ള വെടിക്കെട്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ്. അതുപോലെ ജിബ്രോട്ടാൻ പാണ്ഡയായി വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അതാണ് ഒരു ഹീറോ. ബാസ് നമുക്ക് കാണാം. ജിനീഷ്, ഗുഡ് മോർണിംഗ്. പുത്തൻ പുലരിയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തനായ ഒരു കലാകാരനെയാണ്. വ്യത്യസ്തനായതെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ അത് ഓരോന്നായി അവതരിപ്പിക്കും. മിമിക്രി രംഗത്ത് വർഷങ്ങളായി, ഏതാണ്ട് 35 കുഞ്ഞായിരിക്കുമ്പോൾ നൃത്തത്തിലൂടെ വന്ന് പിന്നീട് മിമിക്രിയിലെല്ലാം തന്നെ അരങ്ങേറ്റം കുറിച്ച് ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ജിനീഷ് ചന്ദ്രോദയം മരട് സ്വദേശിയാണ്. മരട് ഇഞ്ചക്കലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. നിരവധി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കുരുന്നുകളെ കയ്യിലെടുക്കാൻ കൃത്യമായി അറിയാവുന്ന ഒരു കലാകാരനാണ് ജിനീഷ് ചന്ദ്രോദയം. ജിനീഷ് ചന്ദ്രോദയത്തിന് ജനൻ ടിവിയുടെ പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ജിനീഷ്, മിമിക്രി രംഗത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്, നടന്മാരെ അവതരിപ്പിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്, ശബ്ദാനുകരണമൊക്കെ ഏതാണ്ട് ഒരു കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയാണ് ജിനീഷ് വ്യത്യസ്തനാകുന്നത്. കാരണം എങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നവരുടെ വിജയത്തിന്റെ ഒരു സമയം കൂടിയാണ് ഈ കാലം എന്ന് പറയുന്നത്. ആ വ്യത്യസ്തത കൊണ്ടുവരുന്നതിലാണ് ഒരു വിജയം ഇരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ജിനീഷിനെ വ്യത്യസ്തനാക്കുന്നതെന്ന് പറയുന്നത് ചില പ്ലാസ്റ്റിക് കവറുകൾ, ഈ പുട്ടുപൊടിയുടെയും അല്ല അത്തരത്തിലുള്ള അരിപ്പൊടികളുടെ എല്ലാം കവറുകൾ കിട്ടുന്നുണ്ടല്ലോ, അതിൽ പോലും വ്യത്യസ്തമായ ശബ്ദങ്ങൾ, ട്രെയിൻ പോകുന്ന ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ വെടിക്കെട്ട്, മരട് സ്വദേശമാണ്, വെടിക്കെട്ടിന്റെ സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ ശബ്ദങ്ങളാണ് അനുകരിക്കുന്നതെന്ന് ചുരുക്കി പറയാം, എന്നിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് കാണിച്ചും കൊടുക്കാം. ഞാനിപ്പോൾ പ്ലാസ്റ്റിക് കവർ ചെയ്യുന്നത് നമ്മളെ മരട് വെടിക്കെട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളെ അപ്പ ഓട്ടോറിക്ഷ പോകുന്നുണ്ട്, പിന്നെ അതുകൂടാതെ തയ്യൽ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ മാസ്കിൻ ടൈപ്പിൽ കൂടി നമ്മൾ എയറോപ്ലെയിൻ പോകുന്ന സംഭവം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാലപ്പടക്കം നോക്കാം. ഇത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന പേപ്പറാണ്, ശബ്ദം കൂടി പേപ്പറാണ്. അതിൻ്റെ ഒപ്പം 5 കിലോത്തിൻ്റെ അരി വാങ്ങുന്ന ചെറിയൊരു പ്ലാസ്റ്റിക് കവറാണ്. ഇത് രണ്ടും കൂടിയാലാണ് നമുക്കൊരു മാലപ്പടക്കം. ഇത് മാലപ്പടക്കം, ഇത് ഗുണ്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ജിനീഷിന് ആദ്യം തന്നെ ഒരു കൺഗ്രാജുലേഷൻസ്. വളരെ നന്നായി തന്നെ, അതായത് പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ഇത്രയധികം ശബ്ദങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇനിയാണ് ഇതിന്റെ ഏറ്റവും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു വേഷപ്പകർച്ചയിലേക്ക് ജിനീഷ് മാറാൻ പോകുന്നത്. നമുക്ക് മുന്നിൽ നിന്ന് ഇപ്പോൾ തന്നെ ജിനീഷ് ഇവിടെ നിന്ന് അപ്രത്യക്ഷനാകും. പിന്നീട് ജിനീഷ് എങ്ങനെയാണ് വന്നു കയറുന്നത് എന്നും അത് ഏത് കഥാപാത്രമായിട്ടാണ് മാറുന്നത് എന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണാം. കുറച്ചു നേരമായി ഞാനിങ്ങനെ ജിനീഷിനെ കാത്തു നിൽക്കുകയാണ്. ജിനീഷ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ജിനീഷ് ഇനി ഏത് വേഷത്തിലാണ് വരുന്നത് എന്നത് തന്നെയാണ് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വലിയൊരു കൗതുകമായി മാറുക. കാരണം സ്വാഭാവികമായും ജിനീഷ് ഇവിടുന്ന് പോകുമ്പോൾ ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ടെന്നെല്ലാമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജിനീഷ് ഇനി ഏത് വേഷത്തിൽ കയറി വരും എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അയ്യോ, ജിനീഷ് വന്നു അവിടെ എത്തി. ജിനീഷിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ജിനീഷ് അപ്രത്യക്ഷനായ ജിനീഷ് പുതിയൊരു വേഷത്തിൽ വന്നു. ഇത് ഏത് വേഷത്തിലാണ് ജിനീഷ് വന്നിരിക്കുന്നത്? ജിംബ്രൂട്ടൻ, കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായ ജിംബ്രൂട്ടിന്റെ വേഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ ജിംബ്രൂട്ടിന്റെ വേഷത്തിലേക്ക് എത്തിയത്? അത് എങ്ങനെയാ, എത്രമാത്രം കുട്ടികൾ അതിനെ സ്വീകരിക്കുന്നുണ്ട്, ഒന്ന് പറയാവോ? ഒരുപാട്. എനിക്കിപ്പോ ഈ ജിംബ്രൂട്ടിന്റെ വേഷത്തിൽ വന്ന ശേഷം ഒരുപാട് ഫാൻസ് ഉണ്ട്. കേരളം മൊത്തം എനിക്ക് ഫാൻസ് ഉണ്ട്, എല്ലാ ജില്ലകളിലും ഫാൻസ് ഉണ്ട്.
ഈ എവിടെയെങ്കിലും ഈ വേഷമൊക്കെ ധരിച്ചു പോകുമ്പോൾ കുട്ടികൾ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ചുറ്റും കൂടും അല്ലേ? കൂട്ടും കൂടും കൂടും. ജിംബ്രൂട്ടൻ എന്ന പേര് എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ അത് ആരാ തന്നത് ഈ പേര്? MG ശ്രീകുമാർ സാറാണ് തന്നത് ഈ പേര് തന്നത്. തന്നത്. പിന്നെ ഈ കഥാപാത്രം എങ്ങനെയാണ് ഇതിലേക്ക് ഈ വേഷം ധരിച്ചിരിക്കുമ്പോൾ ഒരു സംതൃപ്തി, അല്ലെങ്കിൽ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളാണെങ്കിലും സംതൃപ്തിയാണെങ്കിലും? ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടും, പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്ര സമയമുള്ളൂ, ആ സമയം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് പെട്ടെന്ന് ഓടിക്കളയാൻ തോന്നും. പക്ഷെ പിന്നീട് കുട്ടികളും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇതിലേക്ക് വന്നപ്പോൾ പിന്നെ ഈ വേഷം ഇട്ടപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇതില് ജിംബ്രൂട്ടൻ എന്തെങ്കിലും ഡാൻസ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു രസകരമായ രീതിയിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു ചെറിയൊരു ഡാൻസ് ഭാഗങ്ങൾ സ്റ്റെപ്പ് ഒന്ന് പ്രേക്ഷകർക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും വെറുതെ ഒന്ന് ഇളകിയാൽ അനങ്ങിയാൽ മതി. നമ്മളെല്ലാം ഏറെ വിനോദത്തിലേക്ക്, അല്ലെങ്കിൽ സന്തോഷകരമായ കുറെ നിമിഷങ്ങളായിരുന്നു ഈ ജിംബ്രൂട്ടാനും ഒപ്പം തന്നെ ജിനീഷ് ചന്ദ്രോദയം എല്ലാം തന്നെ നൽകിയത്. അതിന് ഒരിക്കൽ കൂടി വലിയ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ നമുക്കായി പകർത്തി നിങ്ങൾക്കായി നൽകിയത് ക്യാമറാമാൻ ആയിട്ടുള്ള വിപിൻ ആലുവയാണ്. വിപിൻ ആലുവയ്ക്കും ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി വീണ്ടും ഈ ഒരു മിമിക്രി രംഗത്തും ഒപ്പം തന്നെ ശബ്ദാനുകരണ രംഗത്തും ഏറെ മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.